Good afternoon, all. Good afternoon. Good afternoon. Prayer പറഞ്ഞോ ട്ടോ. Dear God, please guide my thoughts and actions today. Help me to learn, be kind, and share your love with others. Thank you for the chance to grow and make a difference. Amen. Thought of the day: one book, one pen, one child, and one teacher can change the world. Malala Yousafzai. Thank you. Okay. So, ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ടു അവർ സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു പോർഷൻ അല്ലേ ഡിസ്കസ് ചെയ്തത്? അതെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല അല്ലെ? കംപ്ലീറ്റ് ആക്കിയോ? No, ma'am. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് നല്ലൊരു കെട്ടുറപ്പുള്ളൊരു ചിൽഡ്രൻസിനെ വാർത്തെടുക്കുക എന്നതാണ്. ത്രൂ നോർമലൈസേഷൻ ആൻഡ് മൂവ്മെന്റ്സിലൂടെ നമുക്ക് നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു കൂട്ടം കുട്ടികളെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്സ് പറഞ്ഞോ ഈ ഒരു സെഷൻ? കോർപ്പറേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ മാം. ഡിസിപ്ലിൻ തൊട്ട് പറയാനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കോപ്പറേഷൻ മാത്രമാണ് പറഞ്ഞത്. കോപ്പറേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ ഇവർക്ക് പരസ്പരം നല്ലൊരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവർ വർക്കിന് വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ അവർ തമ്മിൽ നല്ലൊരു എന്തുണ്ടാവും, ഒരു ബോണ്ട്, കോപ്പറേഷൻ ഉണ്ടാവും അല്ലെ? ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ആദ്യം ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരസ്പരം എന്തായിരുന്നില്ല, കോപ്പറേഷൻ ഒന്നുമില്ല. പക്ഷെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വിഷമാവുന്നില്ലേ? വിട്ടുപോകുന്നില്ല ഉണ്ടല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ക്ലാസ്സിൽ വരുന്ന എനിക്ക് പോലും വിഷമാവുന്നുണ്ട് നിങ്ങളെ വിട്ടുപോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കും എന്താ പറയാ, നിങ്ങൾ ആ ഒരു എന്താ പറയാ നല്ലൊരു കോപ്പറേഷനും ഇതൊക്കെ നമുക്ക് ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വിഷമിക്കാനായിട്ട് നമുക്ക് വേറൊരു ദിവസം തരാം. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഡിസിപ്ലിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയല്ല, ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ഉണ്ട്. അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുക, ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് എടുക്കൂ എന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ടീച്ചർ ഇല്ലാലോ, അല്ല ഞാൻ ഫാക്കൽറ്റി ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ കുട്ടികൾ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കായിരിക്കും ഓരോ കുട്ടികളും ചെയ്യുന്നത്, പക്ഷെ അവരെല്ലാവരും വർക്ക് ചെയ്യാണ് എന്നൊരു യൂണിസം ഉണ്ടാവും. സോ അവര് എന്താണ്, ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റ് സാധാരണയായിട്ട് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. സോ ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇപ്പോ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും അല്ലെ? നല്ല ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മള് ആ ഒരു ക്ഷമ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും അല്ലെ? നോട്ടെ ആണോ? ആ പ്രാക്ടീസിന് വന്നപ്പോ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. ഓക്കെ, നല്ല ക്ഷമയോട് കൂടി ചെയ്യാനായിട്ട് പറ്റി. കാരണം എന്താണ്, കാരണം നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് തന്നെ നമ്മളുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്കിത് വാങ്ങിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അത്ര എക്സ്പെൻസീവ് ആണ്. ഒരു സെറ്റ് കൂടി വാങ്ങിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും സാധാരണ മോണ്ടിസോറി സ്കൂളുകളിൽ സാധാരണ കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടികൾക്ക് എന്താണ്, വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസും പിന്നെ അതേപോലെ മറ്റു കുട്ടികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. ഒരിക്കലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഒബീഡിയൻസ് അല്ല.
ബട്ട് ദി സോഷ്യൽ ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തത്. വെയർബൈ എവരി വൺ സെലക്ട് ഹിസ് വർക്ക്. സ്വയം അവരുടെ വർക്ക് സെലക്ട് ചെയ്യുന്നതിലൂടെയാണ് ഈ ഡിസിപ്ലിൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ബട്ട് ഓൾ വർക്ക് ഇൻ യൂണിസൺ. നിങ്ങൾ നോക്കുമ്പോൾ ഒരാള് മാത്തമാറ്റിക്കൽ ഏരിയ ആയിരിക്കും ചെയ്യുന്നത്, മറ്റൊരാൾ സെൻസോറിയൽ ഏരിയസ് ആയിരിക്കും ചെയ്യുന്നത്, മറ്റൊരാള് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്, ദെൻ വേറൊരാള് ലാംഗ്വേജ് ഏരിയ ആണ് ചെയ്യുന്നത്. ഓരോ ടീമായിട്ട് 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 4 ടീമും ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്ക് അവിടെ എന്ത് ഹെൽപ്പ് ചെയ്യും? ഡിസിപ്ലിൻ. അവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാണല്ലോ, നല്ല യൂണിസൺ ആയിട്ട് വർക്ക് ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ ഈ പേഷ്യൻസും എക്സസൈസ് ചെയ്യുന്നതിലൂടെ, അതേപോലെ നമ്മളുടെ മറ്റുള്ളവരെ വർക്ക് റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ ദ ചിൽഡ്രൻ ലേൺ ടു വർക്ക് ഇൻ ആൻ ഓർഡർലി മാനർ. കുട്ടികൾക്ക് ഒരു ഓർഡർലി മാനറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പീസ്ഫുള്ളി ടുഗദർ, ഒരുമിച്ച് സമാധാനത്തോടു കൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. ഗെറ്റിംഗ് ഹാർമണൈസ് ഡിസിപ്ലിൻ, അവർക്ക് നല്ലൊരു ഹാർമണൈസ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഡിസിപ്ലിൻ നമ്മുടെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സോഷ്യൽ സെന്റിമെന്റ്സ് അല്ലെ. നമുക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. നല്ലൊരു ടീം സ്പിരിറ്റ് ഇല്ലേ നിങ്ങൾക്ക്? ഒരു വർഷമായിട്ട് നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് പണ്ട് ചെറുപ്പത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പോർട്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഉപജില്ല അല്ലെങ്കിൽ ജില്ലാ തലം മത്സരങ്ങൾക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നമ്മൾ മാത്രം ഫസ്റ്റ് ആവുന്നേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കും നമ്മുടെ സ്കൂള് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓവറോൾ റണ്ണറപ്പ് ആയിട്ട് നമ്മുടെ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ. ഇവിടെ എല്ലാ കുട്ടികൾക്കും അതൊരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലെ. നമ്മൾ മാത്രം അവിടെ സമ്മാനം വാങ്ങിക്കുന്നതിലും നല്ലതാണ് നമ്മുടെ സ്കൂൾ അവിടെ ഫസ്റ്റ് ആവുന്നത്. അപ്പൊ ഒരു ടീം സ്പിരിറ്റ് ആണ് അവിടെ കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സോഷ്യൽ സെന്റിമെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സെന്റിമെന്റ്സ് ഹാപ്പൻസ് വെൻ ദ ചൈൽഡ് ഈസ് പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബിലോങ്സ് ടു ഹിസ് ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയും പ്രൗഡ് ആയിരിക്കും. ദർ ഈസ് എ സെൻസ് ഓഫ് യൂണിറ്റി ആസ് എ ചിൽഡ്രൻ. കുട്ടികൾ തമ്മിലൊരു സെൻസ് ഓഫ് യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈസ് നോട്ട് ഓൺലി പ്രൗഡ് ഓഫ് ഹിസ് വർക്ക്, കുട്ടിയുടെ വർക്കിനോട് മാത്രമായിരിക്കും പ്രൗഡ്, ബട്ട് ഓൾസോ ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. നമ്മൾ എക്സാമിന് പാസ് ആവുന്നത് മാത്രമല്ല നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ. എന്താണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഒപ്പം എക്സാം എഴുതി എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കുന്നത് നമുക്ക് എന്താണ് സന്തോഷം തന്നെയാണ്. അപ്പൊ ചിലപ്പോ എനിക്കായിരിക്കില്ല ക്ലാസ് ഫസ്റ്റ് ആവാൻ സാധിച്ചത്, എന്റെ ഫ്രണ്ടിനായിരിക്കും. ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ക്ലാസ് ഫസ്റ്റ് ആവുന്നതിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതേപോലെ നമ്മളിപ്പോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. റിലേ, ഗ്രൂപ്പ് സോങ്, ഒപ്പനയൊക്കെ കളിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഗ്രൂപ്പ് ടീം എഫേർട്ട് ആണ് അല്ലെ. കാരണം ഒരാളുടെ തെറ്റിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്കില് വേരിയേഷൻ വരും. ഒരു ടീം സ്പിരിറ്റ് ആണ്, എല്ലാവരും ഒരുമിച്ചാണ് ആ ഒരു ടീം സ്പിരിറ്റോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. റിലേ എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് അറിയോ? റിലേ എന്ന് പറയുന്ന ഗെയിമിന് പ്രത്യേകത ഉണ്ട്. ഒരാൾ കുറച്ചൊന്ന് സ്ലോ ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഒന്ന് ഇത്രയും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആള് എന്ത് ചെയ്യണം? അത്രയും എഫേർട്ട്, അത്രയും ടൈം സ്പീഡിൽ ഓടേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ എന്താണ് സോഷ്യൽ സെന്റിമെന്റ്സിന്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ആണ് ഒബീഡിയൻസ് എന്ന് പറയും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് അല്ല, നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഒബീഡിയൻസും. എങ്ങനെയാണ്? ചിൽഡ്രൻസ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം ആർ ഹാപ്പി, harmonized and peaceful with themselves. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും, ഹാർമണൈസ് ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, നല്ല സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നല്ല ഐക്യത്തോടു കൂടി ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. They are able to take instruction from their teachers. ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കാനായിട്ട് അവർ കേപ്പബിൾ ആയിരിക്കും. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ. നമ്മൾ നോക്കുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനോ ഒബീഡിയൻസോ അല്ലോ നമ്മൾ ഫോളോ ചെയ്തേ. ബട്ട് മോർ ദാൻ ദർ ഇന്നർ ഡിസിപ്ലിൻ, കുട്ടികളുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ഡിസിപ്ലിൻ വരുന്നത്. ആസ് ദ റിസൾട്ട് ഓഫ് ഇന്നർ ഗ്രോത്ത് ആൻഡ് ദ ചൈൽഡ് ആർ പ്രൗഡ് ഓഫ് ബീങ് ഏബിൾ ടു ഹെൽപ്പ് ദർ ക്ലാസ്മേറ്റ്. അപ്പൊ നിങ്ങൾ കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ, റെക്കോർഡൊക്കെ എഴുതിയ സമയത്ത് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് എഴുതേണ്ടത്. ചില ഡൗട്ട്സ് വരും, ചില കാര്യങ്ങൾ ചില ടോപ്പിക്കിലൊക്കെ ഡൗട്ട് വരും. നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കും, ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്ക് കിട്ടി. അതേപോലെ ചില ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കത് എത്ര വായിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ പരസ്പരം എന്ത് ചെയ്യണം?
ഹെൽപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. എക്സാം ഒക്കെ എടുക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ കൂടുന്നത്. അപ്പം റെക്കോർഡ് ക്ലാസ് കാണാത്ത കുട്ടികൾ എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ് കണ്ടവരോട് അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മാത്രം പഠിച്ചാൽ മതി എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ല വേണ്ടത്. നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമ്മുടെ ഫ്രണ്ട്സും അവരും നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് നമുക്ക് മൈൻഡിൽ വേണം. അപ്പൊ നിങ്ങൾ പരസ്പരം സഹായിക്കില്ലേ? അതേപോലെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പരസ്പരം നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. പിന്നീടായാലും നിങ്ങൾക്ക് എന്ത് വേണം? ഡിസിപ്ലിൻ ആൻഡ് ഒബീഡിയൻസ്, ഒരു കോപ്പറേഷൻ ഒക്കെ നിങ്ങൾക്ക് പിന്നീടായാലും ഈ ഒരു എൻവയോൺമെന്റ് വിട്ടു പോയാലും നിങ്ങൾ ഇനി പോകുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും വേണം. നിങ്ങൾക്ക് PDF കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ട്, കുറച്ച് പേർക്ക് സാധിക്കുന്നു. ഓക്കെ, ഇനി PDF കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കാട്ടെ. കാരണം ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഒന്നുകൂടി ചെയ്ത് ശരിയാക്കാം. പക്ഷെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മളിനി പറയുന്ന ക്യാരക്ടർ ആണ്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഡീവിയേറ്റഡ് ക്യാരക്ടർ ആയിരിക്കും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ഫ്രീഡം, അവർക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് പതിയെ അവർ നമ്മൾ എന്ത് ചെയ്യും? ഈ ആക്ടിവിറ്റീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ആവും? കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആവും. പതിയെ അവരിൽ മുമ്പുണ്ടാക്കുന്ന എല്ലാ നെഗറ്റീവ് ട്രെറ്റ്സും മാറി അവർ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. When the children have the apt environment and condition, കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കണ്ടീഷനും ഉണ്ടെങ്കിൽ ദേ ആർ ഏബിൾ ടു എൻവോൾവ് ദെയർ ക്യാരക്ടർ. അവർക്ക് അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എ പേഴ്സൺ ഓഫ് എ ക്യാരക്ടർ ഇസ് ഫ്രീ, കോൺഫിഡന്റ്, റിസോൾട്ട് എക്സെട്ര. ഒരു വ്യക്തി നല്ല ക്യാരക്ടർ ഫ്രീ ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള, നല്ല റിസോൾട്ട് ആയിട്ടുള്ള, നല്ല ധൈര്യം ഉള്ള, നിശ്ചിത ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള വ്യക്തികളെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The formation of these qualities came from the experience and exercise. കുട്ടികളിൽ ഈ ക്വാളിറ്റീസ് ഒക്കെ വരുന്നത് അവരുടെ എക്സ്പീരിയൻസിലൂടെ, അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയാണ്. അവരൊരിക്കലും ഇറ്റ് കനോട്ട് ബി തോട്ട്, തിങ്ക് ചെയ്ത് ചെയ്യുന്നതല്ല. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അവരുടെ എക്സസൈസിലൂടെ അവർ ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പ്രാക്ടീസ് ആക്കുന്നത്. Therefore, children must be get the opportunity to exercise these to form character. അപ്പൊ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They must learn to take theirs. അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഓൺ ഡിസിഷൻസ് എടുക്കാനും when they decide and select for themselves, they develop these qualities. ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റീസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ, അങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയും മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അത് ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്പം മുതലേ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു റൈറ്റ്സ് അല്ലെ. നമ്മൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ പറയും സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ അറിഞ്ഞുകൂടാ. എത്ര വലുതായിട്ടും ഇപ്പോഴും അറിയില്ല സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറയാറുണ്ട്. നമ്മളുടെ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ, അതേപോലെ അവർക്ക് എന്താണ് വേണ്ടത്, വേണ്ടാത്തത് എന്താണെന്നുള്ള തീരുമാനങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ആർക്ക് പറ്റും? നമ്മളുടെ കുട്ടികൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സൊസൈറ്റി ഓഫ് കൊഹീഷനെ കുറിച്ചിട്ടാണ്. നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു സമൂഹം വാർത്തെടുക്കുക എന്നതാണ് മോണ്ടിസോറിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് വേണ്ടത് ഏറ്റവും അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസും എൻവയോൺമെന്റും ആണ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും. പക്ഷേ പതിയെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവരെ മിങ്കിൾ ആവുന്നതിനനുസരിച്ച് അവരുടെ ഡീവിയേഷൻസ് പതിയെ മാറി അവർ നല്ല കുട്ടികളായിട്ട് മാറും, നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. മറ്റൊരു നാമം മോണ്ടിസോറി കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൊസൈറ്റി ബൈ കൊഹീഷൻ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ഫുൾ ആയിട്ട്.
ഞാൻ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് എന്റെ പെൻഡിങ് ഉണ്ടോ നിങ്ങൾക്ക് തരാനായിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, പാർട്ട് 4 ഉണ്ടല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മേ ബി കമ്മ്യൂണിക്കേഷൻ തീർക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം ഈ വരുന്ന ഫ്രൈഡേ ക്ലാസ് ഇല്ല. സോ ഞാൻ മൺഡേ ഒരു 2:30 to ഒരു ഹാഫ് അവർ അശ്വതി മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹാഫ് അവർ എക്സ്റ്റെൻഡ് ചെയ്യൂ കേട്ടോ. പിന്നെ ട്യൂസ്ഡേ ജിഷ മിസ്സിന്റെ ക്ലാസ്സിന് പകരം എന്റെ ക്ലാസ് ആയിരിക്കും ട്യൂസ്ഡേ. അങ്ങനെ ആവുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഒരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാളോട് ഞാൻ പറഞ്ഞേക്കാം. ഏതെങ്കിലും ഇത് കൂടാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഓക്കെ. ഇപ്പൊ PDF കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലാലോ? ആ ഒരു ബുദ്ധിമുട്ടില്ലേ? വൺ മിനിറ്റ് കേട്ടോ, PDF ഷെയർ ചെയ്തേ. നമ്മൾ ഇനി എടുക്കാനായിട്ട് പോകുന്നത് പാർട്ട് 4 ആണ് കേട്ടോ. ഏതാണ്? പാർട്ട് 4 ആണ്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും അത് മോണ്ടിസോറി മെത്തേഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ സ്കൂൾ മാനേജ്മെന്റ് ആണ് വരുന്നത് അവിടെ. സ്കൂൾ മാനേജ്മെന്റ് ആണ്. മോണ്ടിസോറി മെത്തേഡിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ തിങ്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പക്ക ട്രഡീഷണൽ മെത്തേഡ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. കുറച്ചൊക്കെ ട്രഡീഷണൽ മെത്തേഡ് ആണ്. അപ്പൊ പേജ് നമ്പർ 166 ആണ്. കമ്മ്യൂണിക്കേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ? യൂണിറ്റ് 4 കേട്ടോ. കാണാലോ? അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ? ഓക്കെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പാസിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിൽ ആശയങ്ങൾ നമ്മൾ കൈമാറുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അല്ലെ? ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? അല്ലെ? എല്ലാവർക്കും വാട്സപ്പ് ഒക്കെ ഇല്ലേ? സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇല്ലേ? അതിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? മെയിൽ അയക്കാറില്ലേ? മൊബൈൽ ഫോണിലൂടെ കോൾ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ ഫീൽഡ് ആണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫർമേഷൻ ടു അതേഴ്സ്. മറ്റുള്ളവരോട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ടീച്ചേഴ്സ് themselves are passing the knowledge only. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് നോളജ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? ബട്ട് ഇൻ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ വി പാസ് സോ മച്ച് ഇൻഫർമേഷൻ ടു സ്റ്റുഡന്റ്. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്ക് പാസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ടീച്ചർ ഹാസ് ടു ഇൻഡയറക്റ്റ് നോട്ട് ഓൺലി ദ സ്റ്റുഡന്റ്. നമ്മൾ കുട്ടികളോട് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ, ബട്ട് ഓൾസോ വിത്ത് ദ പാരന്റ്സ്, കോ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നാളെ ഒരു ദിവസം ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടാവും, കോ ടീച്ചേഴ്സ് ഉണ്ടാവും, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ കുട്ടികളുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ടീം, അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് ദ യൂസ് ഓഫ് സിംബൽസ് ആൻഡ് എ വേർഡ് ഓഫ് ജസ്റ്റേഴ്സ്. നമ്മൾ സിംബൽസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. സിംബൽസ് ആർ ദി തിങ്സ് മെയ്ഡ് അപ്പ് ഓഫ് ബൈ ദ ഹ്യൂമൻ ബീങ്സ്. സിംബൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ മലയാളം, ഇംഗ്ലീഷ് ഒക്കെ
എന്താണ് ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ അതെല്ലാം മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾസ് കൊണ്ടാണ്. ഈച്ച് സിമ്പിൾസ് ക്യാരി എ മീനിങ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. അല്ലെ, നമ്മൾ ഓരോ സിമ്പിൾസിനും അതിന്റേതായ മീനിങ് ഉണ്ട്. ഞാൻ സിമ്പിൾസിന് കാണിച്ചു തരാം. ഓക്കെ, ഇതെന്ത് മീനിങ്ങാ? ഓക്കെ, തമ്പല്ലേ അല്ലെ, തമ്പ് അതൊരു സിമ്പിൾ ആണ്. ദെൻ ഇത് നമുക്ക് എന്താ പറയാ, ക്ലാപ്പ് ചെയ്യോ അല്ലെ, ക്ലാപ്പ് ചെയ്യൂല നമ്മള് എല്ലാവരും ചെയ്യില്ലേ, ക്ലാപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ. ഓക്കെ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് സിമ്പിൾ അയക്കാം? ഡിസ്ലൈക്ക് അയക്കും അല്ലെ. മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല, കാണുന്നില്ല, അതെ അടുത്തത് എന്തോ ചിന്തിച്ചിരിക്കുന്ന സിമ്പിൾ അയച്ചിട്ടുണ്ട് ഒരാള്. നമുക്ക് തമാശയായിട്ട് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ചിരിക്കുന്ന ഒരു സ്മൈൽ അയക്കും. അത്ഭുതം തോന്നുമ്പോ എന്ത് ചെയ്യും? ഇതല്ലേ അത്ഭുതത്തിന് അല്ലെ, ഓ എന്നുള്ളൊരു സിമ്പിള്. ഓക്കെ, ഒന്ന് കിളി പോയൊരവസ്ഥയാണെങ്കിലോ അല്ലെ, ഇതായിരിക്കും അല്ലെ. ഓക്കെ, ഇനി എന്താണെന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലോ. അപ്പൊ എന്താണ്? സിമ്പിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടം കൂടുതൽ വരുമ്പോ നമ്മള് ലവിന്റെ സിമ്പിൾ ആയിരിക്കും അല്ലെ. ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പം പിന്നെ എന്താണ്, ഇങ്ങനെ ഓരോ സിമ്പിൾസും ഉണ്ടാവും. പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോഴോ, ദേഷ്യം വരുമ്പോ എന്താണ്? ദേഷ്യം വരുമ്പോ സിമ്പിൾ ആയിരിക്കില്ലേ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഞാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നെയാണ്. അല്ലാതെ നമ്മൾ പിക്ചേഴ്സ് ആയിട്ടും സൗണ്ട്സ് ആയിട്ടും അതേപോലെ വേർഡ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻ പിക്ചർ ഓർ എ സൗണ്ട് ലൈക്ക് ടോൾഡ് വേർഡ്. നമ്മൾ പറയും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വേണ്ടാന്നുള്ളതാണെങ്കിൽ നോ എന്ന് പറയും. നമ്മള് വേർഡിൽ പറയും നോ വേണ്ടെന്ന് പറയും. നമ്മൾ എന്ത് പറയും? വേണ്ട, നോ നോ. ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ദ യൂസ് ഓഫ് സിമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലാംഗ്വേജ്. നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്? ലാംഗ്വേജ് വേണം അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് വേണ്ടേ? അല്ലെങ്കിൽ ആക്ഷൻസിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്തില്ല. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യണം. നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് കമ്മ്യൂണിക്കേഷന്? അഫ്കോഴ്സ് നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള എന്താണ്? മലയാളമാണ് അല്ലെ. ഇപ്പൊ ഞാനിവിടെ ക്ലാസ്സിൽ വന്നിട്ട് ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവോ? ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും അല്ലെ. പക്ഷെ കുറെ പേർക്ക് എന്താണ് ഇംഗ്ലീഷ് ചിലപ്പോൾ കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ ഈ ഓരോ ക്ലാസ്സിന്റെയും അപ്രോച്ച്, ഓരോ ക്ലാസ്സിനോട് നമ്മളുടെ അപ്രോച്ചും നമ്മുടെ ഹാൻഡ്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. കാരണം ആ ക്ലാസ്സിലുള്ള കുട്ടികളെ വിലയിരുത്തിയിട്ടായിരിക്കും നമ്മൾ ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 10th കഴിഞ്ഞ കുട്ടികളുണ്ടാവും, ഡിപ്ലോമയിലാണ് മെയിൻലി. 10th കഴിഞ്ഞ കുട്ടികളുണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുണ്ടാവും, ഒരുപാട് ബ്രേക്ക് വന്നിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ മാക്സിമം നോക്കാറുണ്ട്. മാക്സിമം മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് അറിയില്ല, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് എവിടെ നിന്നാണ് കുറച്ച് കുട്ടികളുണ്ട്, മിസോറാം ആണെന്ന് തോന്നുന്നു. മിസോറാം എന്നുള്ള കുറച്ച് കുട്ടികള് ഇൻസ്റ്റിറ്റ്യൂട്ടില് മോണ്ടിസോറി പഠിക്കുന്നുണ്ട്. പഠിച്ച് ഈ MT15 ഒപ്പമാണ് പാസ് ഔട്ട് ആവുന്നത്. അതറിയോ നിങ്ങൾക്ക്? ദിശാമിസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരിക്കൽ പറഞ്ഞിരുന്നു. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഇംഗ്ലീഷാണ്. ക്ലാസ് എൻറ്റയർലി ഫുൾ ഇംഗ്ലീഷിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് ആ രീതിയിലുള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഓൺ ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് മലയാളത്തിലാണ് ക്ലാസ് എന്ന് കേട്ടപ്പോൾ തന്നെ നല്ല രീതിയിലൊരു സമാധാനം വന്നിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് തുടങ്ങിയ സമയത്ത്? പക്ഷേ നിങ്ങൾ വിചാരിക്കും ബാക്കി എല്ലാ കോഴ്സുകളും നമ്മൾ അങ്ങനെ മലയാളത്തിൽ തന്നെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീച്ചിങ് ആർ റിലേറ്റഡ്. കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് റിലേറ്റഡ് അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് തന്നെയല്ലേ ടീച്ചിങ് അല്ലെ? നാളെ ഒരു ദിവസം നിങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മളുടെ ഐഡിയാസ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് ടീച്ചിങ് ഈസ് മോർ ദാൻ മിയർ ദ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കമ്മ്യൂണിക്കേഷനേക്കാൾ കുറച്ചും കൂടി എന്താണ്, ഒരു ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് എന്ത് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത്
ഷാനോൺ വേവർ മോഡൽ. അപ്പൊ കുറച്ച് മോഡൽസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതില് ഷാൻ ഓൺ വേവർ മോഡൽ ആണ് ഈ പറയുന്നത്. ഈ മോഡൽ പറയുന്നത് സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്, ചാനൽ, ആകെ 5 പാർട്ടിസിപ്പൻസ് മാത്രമാണ് ഏതിലുള്ളത്, കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ ആര് പറയുന്നത്, ഷാനോൺ വേവർ മോഡൽ പറയുന്നത്. അദ്ദേഹം പറയാണ് നമ്മുടെ സെൻഡർ എന്ന് പറയുന്നത് മെസ്സേജ് അയക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജിനെയാണ് നമ്മൾ സന്ദേശം, നമ്മൾ അയക്കാൻ ഇൻഫർമേഷനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ചാനൽ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ആ ഒരു മീഡിയം, ആ ഒരു മോഡ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മെയിൽ ആയിരിക്കും, ചിലപ്പോ ടെലിഫോൺ കോൾ ആയിരിക്കാം, അങ്ങനെ ആ ചാനലാണ്, ആ ഒരു മീഡിയത്തെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ദെൻ റിസീവർ എന്ന് പറയുന്നത് ഹു റിസീവ് ദ മെസ്സേജ്, ആരാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആ വ്യക്തിനെ നമ്മൾ എന്ത് പറയും, റിസീവർ എന്ന് പറയും. റിസീവർ തന്നെ ഒരു മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് അയക്കും, അല്ലെ തിരിച്ച് ഫീഡ്ബാക്ക് അയക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ 5 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. ആരെല്ലാമാണ്, സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്ലൈ ഇടാം. നമ്മൾ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തമ്പ് അയക്കും. അതൊരു ഫീഡ്ബാക്ക് ആണ്, ഫീഡ്ബാക്കിന്റെ ഒരു മെത്തേഡാണ്. നമ്മൾ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്നുള്ള തമ്പ്, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്നുള്ള തമ്പ് അയക്കും, അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലാണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട് കേട്ടോ. നോക്കി ഇതിൽ പറയുന്നത് സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇമേജ്? ഓക്കെ, സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, റിസീവർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ കാണിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. അവിടെ ഇന്റർഫിയറൻസ് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇപ്പൊ നമ്മുടെ ഇമേജിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് തടസ്സമാണ്. കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? മേ ബി നമ്മൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേ ബി നഷ്ടപ്പെട്ടു പോകാൻ, ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ഇന്റർഫിയറൻസ്, അല്ലെ? ടു എക്സ്പ്ലെയിൻ ഹൗ മെനി കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ്, ബെർലോ മോഡലാണ് കുറച്ചും കൂടി നല്ലതും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഏത്, ബെർലോ മോഡൽ എന്ന് പറയുന്നത്. കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഏത്, ബെർലോ മോഡൽ കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ കാണുന്നത് ബെർലോ മോഡലാണ്. ബെർലോ മോഡലിൽ കുറച്ച് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കേട്ടാ, ഞാൻ സ്ക്രോൾ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് സ്ക്രോൾ ആവുന്നില്ല സ്ക്രീനിൽ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ബെർലോ മോഡലിൽ പറയുന്നത്, അക്കോർഡിംഗ് ടു ബെർലോ എനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻവോൾവ് ഫോളോയിങ് അബൌട്ട്. താഴെ പറയുന്ന എലമെന്റ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്നുണ്ട്. നോക്കിയേ, ആദ്യം വരുന്ന പേഴ്സൺ ആണ് സെൻഡർ. ആരാണോ മെസ്സേജ് അയക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സന്ദേശം അയക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, സെൻഡ് ചെയ്യാന്നുള്ളത് എന്താണ്, നമ്മുടെ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും, അല്ലെ? എനിക്കിപ്പോ ഒരു കാര്യം ഒരാളോട് പറയാനുണ്ടെങ്കിൽ ഞാനത് എഴുത്ത് ലെറ്റർ ആയിട്ടാണ് എഴുതുന്നെങ്കിൽ ഞാൻ എന്റെ ലാംഗ്വേജിലേക്ക്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഞാൻ അത് കൺവേർട്ട് ചെയ്യും. അതല്ല വോയിസ് ആയിട്ടാണ്, ഞാൻ വോയിസ് ക്ലിപ്പ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വോയിസ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞാൻ കേട്ട് നോക്കും, അതിനുശേഷമായിരിക്കും അയക്കുന്നത്. പിന്നെ എന്താണ്, ചാനൽ സെലക്ട് ചെയ്യും. എൻകോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ചാനലിലൂടെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് എന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഏത് മാർഗത്തിലൂടെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് എന്നതാണ് എൻകോഡിങ്ങിൽ വരുന്നത്. എൻകോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ഡീകോഡിങ്. റിസീവർ ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്തെടുക്കുന്നു. ഡീകോഡ് ചെയ്യാന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക, അല്ലെ? എൻകോഡിങ്. ദെൻ എന്താണ്, റിസീവർ ആ ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്.
ഇവിടെ എല്ലായിടത്തും എന്ത് സംഭവിക്കുന്നുണ്ട്? നോയ്സ് വരുന്നുണ്ട് അല്ലെ? 3 സ്ഥലത്തും നോയ്സ് വരുന്നുണ്ട്. നോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വരുന്ന തടസ്സങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എന്ത് പോകുന്നത്, റേഞ്ച് പോകുന്നു എന്ന് വിചാരിക്കും. അതൊരു നോയ്സ് അല്ലേ? എന്റെ കമ്മ്യൂണിക്കേഷൻ അവിടെ തടസ്സപ്പെട്ടില്ലേ? ഓക്കെ, ഇനി നമ്മള് മെസ്സേജ് സെൻഡ് ചെയ്തു. ഞാൻ മെയിലാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് മെയിൽ ആർക്കാ അയക്കേണ്ടത്? ഓക്കെ, എനിക്ക് മെയിൽ ദിവ്യക്ക് അയക്കാനുണ്ടാവും. ഞാൻ മെയിൽ ദിവ്യക്ക് അയച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്ത്, നെറ്റ് ഓൺ ആക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ എന്താണ്, ആ മെയിൽ സെൻഡ് ആയിട്ടുണ്ടാവോ? ഇല്ലാലോ, അവിടെ ഒരു നമ്മള് എന്താണ് ഡ്രാഫ്റ്റിൽ വന്ന് കിടക്കും അല്ലെ? അപ്പൊ എന്താണ്, അതും ഒരു നോയ്സ് ആണ്. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് മെസ്സേജ് റിസീവർക്ക് എത്താണെങ്കിൽ നോയ്സ് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങള്, ഡയറക്റ്റ്ലി വരുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് മീഡിയം, നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് എന്നതാണ് ചാനൽ എന്ന് പറയുന്നത്. ഓരോ മെസ്സേജിനും അതിൻ്റെതായ മീഡിയം ഉണ്ട്. അപ്പൊ ആ മീഡിയം നമ്മൾ സെലക്ട് ചെയ്യണം. സപ്പോസ് നിങ്ങളോട് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഫോൺ നമ്പർ വാങ്ങിച്ച് എനിക്ക് നിങ്ങളോട് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു വ്യക്തിയോട് മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് ഹോൾ ഗ്രൂപ്പിനോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലായിരിക്കും ആ മെസ്സേജ് ഇടുന്നത് അല്ലേ? മെസ്സേജ് ഗ്രൂപ്പിൽ വരില്ലേ? വരും. അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഡിഫറൻസ്. നമ്മൾ ആ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഏത് ചാനലിലൂടെയാണ് നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ചാനൽ, അല്ലെങ്കിൽ ആ ചാനൽ മോഡ് ഓഫ് മീഡിയം, ഏത് മീഡിയത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആരെല്ലാമാണ് ബർലോ മോഡലില് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആരെല്ലാമാണ് വരുന്നത്? കുറച്ച് ഫേമസ് ആയിട്ടും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം വരുന്നത് സെന്റർ ആണ്. സെന്റർ ഈസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ് എന്നറിയപ്പെടുന്നത് സെന്റർ ആണ്. സെന്റർ ആണ് മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തി. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് എ സോഴ്സ്. ഏതൊരു ഇൻഫർമേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും മെസ്സേജിനായാലും അവിടെ ഒരു സോഴ്സ് ഉണ്ടാവും. ആ മെസ്സേജ് പാസ് ചെയ്തൊരു വ്യക്തി ഉണ്ടാവും. എനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം ദ സോഴ്സ് ഓർ സെന്റർ. സാധാരണയായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെന്ററിൽ നിന്നായിരിക്കും. Sender has some thought, idea, needs or information that he wish to impart to another person or a person. നമ്മളൊരു വ്യക്തിനോടോ മറ്റു ഒരുപാട് വ്യക്തികളോടോ നമുക്ക് ഷെയർ ചെയ്യാനുള്ള തോട്ട് അല്ലെങ്കിൽ ഐഡിയ, നമ്മുടെ നീഡ്സ്, ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസ്സേജ് അല്ലെ? ആ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻഡർ ആണ് പാസ് ചെയ്യുന്നത്. ആരാണോ ആ മെസ്സേജ് റിസീവർക്ക് സെൻഡ് ചെയ്യുന്നത്, ആ വ്യക്തിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻഡർ. നെക്സ്റ്റ് ആണ് എൻകോഡ്. എന്താണ് നെക്സ്റ്റ് പ്രോസസ്? എൻകോഡ്. The idea are translated into codes or a set of symbols, especially in form of language. സാധാരണയായിട്ട് നമ്മൾ മെസ്സേജ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ മനുഷ്യരായതുകൊണ്ട് അതേപോലെ നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയിലൊക്കെ ആയിരിക്കും ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറൊരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചാണെങ്കിൽ ബൈനറി ലാംഗ്വേജിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അല്ലെ? അല്ലെങ്കിൽ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെ? കോഡൊക്കെ അടിച്ചു കൊടുത്തിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതല്ല, ഇത് നമ്മള് വേറെ രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? പണ്ടൊക്കെ എന്താണ് സിമ്പിൾസിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ? ആരെങ്കിലും തട്ടത്തിൽ മറിയത്ത് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ പണ്ട് ചെറുപ്പത്തില്? ഞങ്ങൾ എത്ര വട്ടം കണ്ടിട്ടുണ്ട് മിസ് എന്നല്ലേ ചോദിക്കണേ? അതില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പറയുന്നില്ലേ? കമ്മ്യൂണിക്കേഷൻ ഒരു ലാംഗ്വേജ് സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ കുഞ്ഞിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് എൻകോഡിങ്. അത് തന്നെയല്ല നമ്മൾ എന്ത് മെസ്സേജ് നമ്മുടെ മൈൻഡിലുള്ള ഒരു കാര്യം നമ്മൾ എഴുതാണെങ്കിൽ ആ ഒരു എഴുത്ത് ആ ലാംഗ്വേജിലേക്ക് നമ്മൾ ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നു? എൻകോഡ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് മെസ്സേജ്. ദ മെസ്സേജ് ഈസ് ദ പേഴ്സൺ, ഫിസിക്കൽ പ്രൊഡക്റ്റ്, സ്പോക്കൺ വേർഡ് ആവാം, പ്രിന്റഡ് വേർഡ് ആവാം, ഗ്രാഫിക്സ് ആവാം, ഡ്രോയിങ്സ് ആവാം, എക്സ്പ്രഷൻ ഓഫ് ഫേസ് അല്ലെ? ഫേസിന്റെ എക്സ്പ്രഷൻ ആണ് ഞാൻ ഈ കാണിച്ചതൊക്കെ അല്ലെ? ഇതൊക്കെ എന്താണ്? ഫേസിന്റെ എക്സ്പ്രഷൻസ് ആണ് അല്ലെ? അങ്ങനെയാവാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റേഴ്സ് ആവാം, ഹാൻഡിന്റെ ജസ്റ്റേഴ്സ് ആണ്. നോക്കിയ ഹാൻഡിന്റെ ജസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഇതല്ലേ? അങ്ങനെയും ആവാം നമുക്ക് മെസ്സേജ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് സോഴ്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫോം ഓഫ് മെസ്സേജ്. നമ്മൾ ആ മെസ്സെൻഡർ അയക്കുന്ന ആ ഒരു മെസ്സേജ് ആ ഒരു
എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻഡർ എന്താണോ റിസീവർക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ മെസ്സേജ് ഇസ് ദ സ്പോക്കൺ ഫിസിക്കൽ പ്രൊഡക്റ്റ്, ഫിസിക്കൽ പ്രൊഡക്റ്റ്, സ്പോക്കൺ വേർഡ്സ്, പ്രിന്റഡ് വേർഡ്സ് ആവാം, നമ്മൾ ടൈപ്പ് ചെയ്തയക്കും, ഗ്രാഫിക് ഡ്രോയിങ്സ് ആവാം, എക്സ്പ്രഷൻ ഓഫ് ഫേസ് ഞാൻ നേരത്തെ കാണിച്ചു അല്ലേ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആവാം, ജസ്റ്റേഴ്സ് ഓഫ് ഹാൻഡ് ആവാം, നമ്മൾ തമ്പൊക്കെ കാണിക്കുന്ന അതാവാം. മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ്, ദ പർപ്പസ് ഓഫ് സോഴ്സ് ഈസ് എക്സ്പ്രസ് ഇൻ ഫോം ഓഫ് മെസ്സേജ്. നമ്മൾ ഈ ഒരു സോഴ്സിന്റെ പർപ്പസ് നമ്മൾ മെസ്സേജിലാണ് പറയുന്നത്. നമുക്ക് എന്താണോ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ആ വിവരം നമ്മൾ മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ചാനലാണ് മീഡിയ, അല്ലെങ്കിൽ നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ഏത് സോഴ്സ് ഓഫ് ചാനൽ ആണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ദ ചാനൽ ഈസ് ദ മീഡിയം യൂസ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ്. മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ ആ ഒരു ചാനലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോറി ആ ഒരു മീഡിയത്തെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലിങ്ക് ദാറ്റ് കണക്ട് ദ സോഴ്സ് ആൻഡ് റിസീവർ. നമ്മൾ സോഴ്സിനെയും എന്ന് വെച്ചാൽ സെൻഡറിനെയും റിസീവറിനെയും കണക്ട് ചെയ്യുന്നതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ലെക്ചറിങ് ആവാം, നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാവാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, ഡ്രാമ സ്റ്റേഷൻ ആവാം, ഡ്രാമ അവതരിപ്പിക്കുന്നതാവാം, ക്വസ്റ്റ്യനിങ് ആവാം. ഇതെല്ലാം എന്താണ്, ഒരു ക്ലാസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചാനൽസ് ആണ്. അതല്ലാത്ത ചാനൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ, നോർമലായിട്ട് നമ്മൾ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്ന ചാനലുകൾ ഏതൊക്കെയാണ്, നമ്മള് ഇമെയിൽസ്, ടെലഫോൺ, പിന്നെ എന്തൊക്കെയാണ്, ഇൻസ്റ്റ, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കില്ലേ, ഡിഫറെന്റ് ചാനൽസിലൂടെ. ഇന്ന് നമ്മൾക്ക് എന്താണ്, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഓപ്പൺ ആയതോടുകൂടി നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയല്ലേ. നമുക്കിപ്പോ കറന്റ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഞാനിപ്പോ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് എവിടെയാണ്, കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ്. എത്ര കുട്ടികൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അല്ലെ, അറ്റ് എ ടൈം തന്നെ നമ്മുടെ കുട്ടികൾക്ക് പുറത്ത് അവര് ഉള്ള സ്ഥലത്ത് ഇരുന്ന് ആ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ക്ലാസ്സും കേൾക്കാൻ സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ്, ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. അതേപോലെ തന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇന്റർനെറ്റിലൂടെ ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളത്. എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ അല്ല ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ പഠിച്ചു വന്നു. അത് കഴിഞ്ഞ് കോവിഡ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ മാറേണ്ടതായിട്ട് വന്നു, നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അത് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നവര്, നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറി, നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ആദ്യം ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലാട്ടോ ഞാൻ എടുത്തിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു എടുക്കാൻ. ഞാൻ പതിയെ 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 എന്താണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് കുറച്ച് മിങ്കിളായി ക്ലാസ്സുകൾ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ ചാനലാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മെസ്സേജും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്ന ആ മീഡിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത്. അടുത്തൊരു ഫാക്ടർ ആണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഡീകോഡ്, ഹിയർ ദ റിസീവർ ഡിറൈവ്സ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റർ. ഇവിടെയാണ് റിസീവർ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഡീകോഡിംഗ്. അപ്പൊ റിസീവർ മെസ്സേജ് റീഡ് ചെയ്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, ഡീകോഡിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. റിസീവർ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും അല്ലെ, ഇൻഫർമേഷൻ ഡീകോഡ് ചെയ്യും. ഇപ്പൊ ഞാനൊരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കും അല്ലെ, നമ്മളത് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യും, മനസ്സിലാക്കും അല്ലെ. അതിനുശേഷമാണ് റിസീവർ വരുന്നത്. നെക്സ്റ്റ് ആണ് റിസീവർ. ആർക്കാണോ നമ്മൾ ആ മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. ദ റിസീവർ ഡിക്കോഡ്, ആരാണോ ഡിക്കോഡ് ചെയ്ത് ആ ഒരു മെസ്സേജ് അതേ സെയിം പാർട്ടിൽ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് എന്ത് പറയുന്നു, റിസീവർ എന്ന് പറയുന്നു. അറ്റ് ലാസ്റ്റ് മെസ്സേജ് നോക്കിയ ദ റിസീവർ ഡിക്കോഡ് ദ മെസ്സേജ് ഇൻ ദ സെയിം പാത്ത് ആസ് ഇറ്റ് വാസ് ട്രാൻസ്മിറ്റഡ്. അത് എങ്ങനെയാണോ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് വായിച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെയാണ് ഏറ്റവും മുമ്പത്തെ ഫീഡ്ബാക്ക് അല്ലെ. നമ്മൾ ഒരു മെസ്സേജ് സെൻഡർ ആർക്ക് അയച്ചു, റിസീവർക്ക് ഒരു മെസ്സേജ് അയച്ചു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഒരു ഫീഡ്ബാക്ക് വേണം, നമുക്കൊരു മറുപടി കിട്ടണം അല്ലെ. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വെയിറ്റ് ചെയ്യും അല്ലെ, നമ്മൾ മറ്റൊരാൾ മറുപടി തരാനായിട്ട് വെയിറ്റ് ചെയ്യും ഇല്ലേ. നമുക്ക് മറുപടി കിട്ടാണ്ടാകുമ്പോൾ വിഷമാവില്ലേ, നമ്മൾ അയച്ച മെസ്സേജിന് അവർ വാല്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പോ ടീച്ചർമാരെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ കാണുന്ന സമയത്ത് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇനിയിപ്പോ എക്സാം ഒക്കെ വരുമ്പോൾ ഇതേപോലെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമെന്നറിയാം. അപ്പൊ ഞങ്ങളുടെ മറുപടി എന്തായാലും വരും. എക്സാമിന് മുമ്പായിട്ടെങ്കിലും ഞാൻ മാക്സിമം മറുപടി അയക്കാൻ ശ്രമിക്കും.
ഫീഡ്ബാക്ക് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് ഫീഡ്ബാക്കോട് കൂടിയാണ്. നമ്മൾ ആ ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റിപ്ലൈ കൊടുക്കും നമ്മൾ, അല്ലെ? നമ്മളൊരു മെസ്സേജ്, നമുക്കൊരു വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കും, ഒരു റിപ്ലൈ കൊടുക്കും. ഫീഡ്ബാക്ക് ഈസ് ദ റിയാക്ഷൻ ബൈ ദ റിസീവർ ദാറ്റ് എംപവർ the sender to conclude if the message has been received and understood. നിങ്ങൾ അയച്ച മെസ്സേജ് എനിക്ക് മനസ്സിലായി, അതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, റിസീവ് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് പറയുന്നു. Thus, after the receiver has decoded, explained the message, he becomes the source. അപ്പൊ ഈ ഒരു മെസ്സേജ് വായിച്ചു മനസ്സിലാക്കി അതിനൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ റിസീവർ ആരായിട്ട് മാറും, സെൻഡർ ആയിട്ട് മാറും, അല്ലെ? ആരായിട്ട് മാറും, സെൻഡർ ആയിട്ട് മാറും. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ, ഒരു സർക്കിൾ പോലെ, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ, അല്ലെ? സോ ദെൻ നമ്മള് ഇനി പറയുന്ന ഒരു ഫാക്ടറാണ്, തടസ്സമാണ്. കമ്മ്യൂണിക്കേഷന് വരുന്ന ഒരു തടസ്സത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയിസ് എന്ന് പറയും. എന്താണ് പറയുന്നത്, നോയിസ്. ബാരിയർ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാം. നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ എന്നറിയപ്പെടുന്നതാണ് നോയിസ്. ഞാൻ പറഞ്ഞു അല്ലെ, നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് മാറിപ്പോവാറുണ്ട്. ചിലപ്പോൾ ഞാൻ തമ്പ് അയക്കാൻ നോക്കുമ്പോഴായിരിക്കും ഈ ഒരു മെസ്സേജ് അയച്ചു പോയിരിക്കുന്നത്. സോ അതെന്താണ്, എനിക്ക് മാറിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ എന്ത് പറ്റി മിസ് എന്താ അങ്ങനെ മെസ്സേജ് അയച്ചേ എന്ന് ചിന്തിക്കും, അല്ലെ? ഞാൻ ചിലപ്പോ ഒരു ലവിന്റെ ഇമേജ് അയക്കാൻ നോക്കുക, ഇപ്പൊ അറിയാണ്ട് കയ്യിൽ നിന്ന് വന്നത് ഈ ദേഷ്യത്തിന്റെ ഇമേജ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സിൽ പറഞ്ഞത് വിഷമമായോ, നമ്മൾ അവിടെ പ്രശ്നം വരുന്നില്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നില്ലേ? അതാണ് ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. അപ്പോ കോമൺലി ഒരുപാട് ബാരിയേഴ്സ് എവിടെ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. എല്ലാ സ്റ്റേജസിലും, ഇപ്പൊ എൻകോഡിംഗ് ആയാലും ചാനൽ ആയാലും ഡീകോഡിംഗിലായാലും എന്ത് വരുന്നുണ്ട്, നോയിസ് വരുന്നുണ്ട്. നോയിസ് ഇസ് ദ കോസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സം എന്ന് പറയുന്നത് എന്താണ്, നോയിസ് ആണ്. ദേ ആർ ദ ബാരിയേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് മാറുന്നത് എന്താണ്, നോയിസ് ആണ്. നോയിസ് ഇസ് എനിത്തിങ് ദാറ്റ് റെഡ്യൂസ് ദ ആക്യുറസി ഓഫ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു കറക്റ്റ്നെസ് കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്, നോയിസ് എന്ന് പറയുന്നത്. നോയിസ് ക്യാൻ അപ്പിയർ അറ്റ് എനി പോയിന്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏതൊരു പോയിന്റിൽ എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, നോയിസ് സംഭവിക്കാം, തടസ്സം സംഭവിക്കാം, അല്ലെ? The sender may create the noise if he is discerned an event incorrectly. Sender maybe എന്താണ്, ആ ഒരു മെസ്സേജ് കിട്ടുന്ന സമയത്ത് മേ ബി എന്താണ്, ഇൻകറക്റ്റ്ലി ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, നോയിസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ വോയിസ് സെൻഡ് ചെയ്തപ്പോ, സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വോയിസ് അയച്ചപ്പോ ക്ലിയർ ആവുന്നില്ല, അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നു. അങ്ങനെ വരുമ്പോ എന്താണ്, ഒരു കോള് വരുമ്പോഴാണ് ഞാൻ ഈ വോയിസ് ഷൂട്ട് ചെയ്യുന്നത്, സോറി വോയിസ് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഡിസ്റ്റർബ് ആവില്ലേ? ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് കട്ടായെന്ന് വിചാരിക്കും, അപ്പോഴും എന്താണ്, ഡിസ്റ്റർബ് ആയില്ലേ? അതാണ് നമ്മൾ ആ മെസ്സേജ് കറക്റ്റ് ആയിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അതിനെ നമ്മൾ നോയിസ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് ദ എൻകോഡിംഗ് പ്രോസസ് മേ കണ്ടെയ്ൻ നോയിസ് ഇഫ് ഫോൾട്ടി സിംബൽസ് ആർ സെലക്ടഡ് ടു റെപ്രസെന്റ് ദ ഐഡിയ. മേ ബി ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അറിയാതെ തന്നെ അറിയാണ്ടൊരു സിംബല് മാറിപ്പോയി, അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേർഡ്സിന്റെ ഫുൾ മീനിങ് മാറും, അല്ലെ? മലയാളമൊക്കെ എഴുതുമ്പോഴാണ്, കുട്ടികളൊക്കെ മലയാളം എഴുതുമ്പോൾ വായിക്കാൻ നല്ല രസമാണ്. അവർ എഴുതുന്ന ലാംഗ്വേജ് നമ്മൾ വായിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ചിരിച്ചാവും. അതേപോലെയാണ്, കാരണം ഒരു അക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ വേർഡ്സ് മാറിപ്പോകുന്നത് നമുക്ക് അറിയാം. അപ്പൊ അതാണ് സിംബൽസ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഫോൾട്ടി ആയിട്ടുള്ള സിംബൽസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. The channel may contains noise that prevent the message from getting through exactly. നമുക്ക് കറക്റ്റ് ആയിട്ട് ചാനലിലൂടെ നമ്മൾ അയക്കുന്ന മെസ്സേജ് കറക്റ്റ് ആയിട്ട് റിസീവർക്ക് എത്തിയില്ലെങ്കിൽ അവിടെ നോയിസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പോ മൺഡേ എന്റെ ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് സെൻഡ് ആയില്ല. അപ്പോ ഞാൻ ക്ലാസ്സിൽ വരും, അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല അല്ലെ? അപ്പോ നമ്മൾ എപ്പോഴും ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും കൂടി വിലയിരുത്തണം, നമ്മൾ ടീച്ചേഴ്സും കൂടി ഒന്ന് വിലയിരുത്തണം. The receiver may decode the message incorrectly or misrepresent the meaning. സാധാരണയായിട്ട് ഡിക്കോഡ് ചെയ്യുന്ന സമയത്തും ഈ ഒരു നോയിസ് സംഭവിക്കും. നമ്മളെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഡീകോഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് വ്യത്യസ്തമായിരിക്കും. ഒരു കാര്യം പറയട്ടെ, വാഴ 2 ആരൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടോ? ഓക്കെ.
അതില് ചേട്ടൻ ഗൾഫിൽ നിന്നുകൊണ്ട് അനിയനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് കേട്ടിട്ടാണ് അനിയൻ എന്ത് ചെയ്യുന്നത്, ഗൾഫിലേക്ക് ബാഗ് എടുത്ത് വരുന്നത്, അല്ലെ, ബാഗൊക്കെ പാക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ അതിൽ ആദ്യം അവനത് കേൾക്കുമ്പോ ദേഷ്യത്തോട് കൂടിയല്ലോ കേൾക്കുന്നത്. അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, നീ അവിടെ തന്നെ നിൽക്കുക, എന്തെങ്കിലും പഠിക്കുന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ അവൻ എന്ത് വിചാരിച്ചു, ചേട്ടൻ ഡീമോട്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്ന് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ആ മെസ്സേജ് അങ്ങനെയല്ലായിരുന്നു വായിക്കേണ്ടത്, അല്ലെ, പറയുന്നുണ്ടല്ലോ ലാസ്റ്റ്. അപ്പോ അതാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ മെസ്സേജ് ചിലപ്പോ എന്ത് ചെയ്യും, മിസ്റെപ്രസെന്റ് ചെയ്യും. ഇൻകറക്റ്റ്ലി നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ ആ ഒരു നോയ്സ് സംഭവിക്കും. നമ്മൾ ആ അയക്കുന്ന മെസ്സേജ് കറക്റ്റ് ആയിട്ടല്ല നമുക്ക് എത്തുന്നെങ്കിൽ ഡീകോഡിങ് വരും. ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്ക് ഇത്രയും പോർഷൻ. മാം ഷാനോൺ വീവർ 2 മോഡൽ ഉണ്ടോ, 2 സൈക്കിള് ഷാനോൺ വീവർ 2 സൈക്കിൾ രണ്ടും സെയിം തന്നെയാ. ഒരെണ്ണത്തില് ആ കറക്റ്റ് ആ ഇന്റർഫിയറൻസ് കാണിച്ചിട്ടില്ലാന്നുള്ളൂ, പക്ഷെ അത് സർക്കിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഫീഡ്ബാക്ക് അത് തന്നെയാണ് ആ സർക്കിളിൽ വരുന്നത് കേട്ടോ. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ ക്ലാസ്, കുറച്ചും കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. കുറച്ചെടുക്കുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയാനൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് വെച്ച് ചിക്കുമോൾ എന്താ ആബ്സെന്റ് അറിയില്ല മാം. ആണോ? ഇല്ല, സാധാരണ ആദ്യം തന്നെ ചിക്കുമോളായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്നിപ്പോ കുറെ പേര് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. മഞ്ജുവിന്റെയും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കേറാറില്ല, എന്താ അറിയില്ല. ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്ക്. കാരണം പേടിച്ചിട്ട് എങ്ങാനും ആണെങ്കിൽ നിങ്ങൾ നല്ല കോൺഫിഡൻസ് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഒക്കെ കൊടുക്കണം. പേടിച്ചിട്ടല്ല, ആ ഫോൺ ഉപയോഗിക്കണേന് ചേട്ടൻ ഇത്തിരി ഇതാണ്. ഇതായോ? ആള് ഇന്നലെ ഫോൺ മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആൾക്ക് ഏത് നേരം ഓൺലൈനിൽ കാണുമ്പോഴേ, ഇപ്പോഴാണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ അസൈൻമെന്റും വൈവയുടെ പ്രിപ്പറേഷനും എല്ലാം കൂടി ആയപ്പോ ആള് ഏത് നേരം ഓൺലൈനിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ആള് സീനാക്കി. വൈവ് കഴിഞ്ഞോ മഞ്ജുന്റെ? ഇല്ല, മഞ്ചേച്ചിയുടെ കഴിഞ്ഞിട്ടില്ല. ഇനി ആരൊക്കെ ചെയ്യാത്തവരുണ്ടെന്നുള്ളതിന് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളി പറഞ്ഞു ഫോൺ എപ്പോഴും ഉപയോഗിക്കുമ്പോ ആള് വഴക്കടിക്കുന്ന കാരണം കൊണ്ട് മെസ്സേജ് എപ്പോഴും നോക്കണില്ല. എപ്പോഴും ഓൺലൈനിലാവുമ്പോ ആൾക്ക് ദേഷ്യം വരും ഹസ്ബൻഡിനെ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് ഇട്ട് വെക്കും. എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്റെ അടുത്ത് പറയും, മെസ്സേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആക്കൂട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയും.
ഓക്കെ ആയിരിക്കും അല്ലെ? ആയിരിക്കും. ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. ഞാൻ ഒരു ബ്രേക്ക് ആട്ടെ, ഒരു 25-30 ആകുമ്പോഴേക്കും എല്ലാവരും ഉണ്ടാവോ? ബ്രേക്ക് വേണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ബ്രേക്ക് വേണ്ട കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, ഗുഡ്. എന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ്. ഞാൻ ബോറടിപ്പിക്കാന്ന് തോന്നുന്നുണ്ട് ക്ലാസ് എടുത്തെടുത്ത്. അറിയാട്ടോ, ഒറ്റയടിക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ, സാധാരണ ഞാൻ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത് ഒരു 4 ക്ലാസ്സുകൾ ഉണ്ടാവും. അവിടെ ഗ്രൂപ്പ് ഡിസ്കഷനും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് കമ്മ്യൂണിക്കേഷൻ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചാപ്റ്റർ എടുക്കാനായിട്ട്. ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയേണ്ടതായിരുന്നു കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാരഗ്രാഫ് ഫസ്റ്റ് സെഷനിൽ വരുന്നതായിരുന്നു. പക്ഷെ അവര് എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് റീഡ് ചെയ്യാം. വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന വേർഡിൽ നിന്നാണ്. കോമൺ. ഓക്കെ, കോമൺ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിംഗ് ഓഫ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. നമ്മുടെ കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയാസ് ഓർ ഫീലിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഐഡിയാസ്, ഇൻഫർമേഷൻസ്, മെസ്സേജ്, ഫീലിങ്സ് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ. സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷന് 2 പേരെങ്കിലും വേണം. ആരൊക്കെയാണ്? സെൻഡർ ആൻഡ് ദ റിസീവർ. സെൻഡറും റിസീവറും വേണം. 1 പേഴ്സൺ അലോൺ കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റ്. ഒരു വ്യക്തി മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെൻഡർ മാത്രമാണെങ്കിൽ അവിടെ ഒരാള് റിസീവ് ചെയ്താലല്ല കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൺലി റിസീവർ ക്ലോസ് ദ കമ്മ്യൂണിക്കേഷൻ സർക്കിൾ. സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ സർക്കിൾ ക്ലോസ് ചെയ്യുന്നത് ആരാണ്? റിസീവർ ആണ്. റിസീവർ ഫീഡ്ബാക്ക് അയക്കുന്നതിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ സർക്യൂട്ട് ക്ലോസ് ആവുന്നത്. നമ്മൾ ആ ഇമേജിൽ കണ്ടു. Effective communication involve passing one idea at both information and understand the level. Effective communication എന്ന് പറയുന്നത് പാസിംഗ് ഓഫ് ഐഡിയ അറ്റ് ബോത്ത് ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എ സ്റ്റുഡന്റ് മേ ഹിയർ എ ടീച്ചർ. അല്ലെ, നമ്മൾ കുട്ടികൾ എന്താണ് ടീച്ചറിനെ കേട്ടിരിക്കും അല്ലെ? എന്റെ ക്ലാസ് ഒക്കെ കേട്ടിരിക്കുകയല്ലേ? അല്ലാണ്ട് ലോകത്തൊന്നല്ലല്ലോ, ഡിബേറ്റ് ഒന്നും ചെയ്ത് പോയിട്ടില്ലല്ലോ. റിപ്ലൈ വരുന്നുണ്ട് കേട്ടോ. അല്ലാന്ന് ആരാണ്? ജിഷാറ അല്ലെ? തമ്പ് നോന്നുള്ള തമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അല്ല മിസ്സേ, സ്വപ്നലോകത്തിലല്ല എന്ന് അയച്ചത്. അങ്ങനെയാണല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ ഇല്ല എന്നാണ്. ഓക്കെ, കുഴപ്പമില്ല. അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. അവിടെ നോയ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ നമ്മൾ ആ സിമ്പിള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു നോയ്സ് ആണ്. എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാം എന്ന് മാത്രമല്ല കേട്ടോ, തിരിച്ച് റിപ്ലൈയും പറയണം. നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു, ഗ്യാദർ ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനാണ് അല്ലെ? ഓക്കെ, നമ്മളെന്താണ് ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യാണ്? ലേൺ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ? നിങ്ങളോടൊപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളെ കുറിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഫാക്ടേഴ്സ് ക്രൂഷ്യൽ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ എംപതി ആൻഡ് ഫീഡ്ബാക്ക്. നമ്മളൊരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എംപതിയോടുകൂടി അത് കേട്ടിരിക്കണം. അവരുടെ വെറീസും ടെൻഷൻസും ഒക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി നമ്മൾ തിരിച്ച് റിപ്ലൈ ഫീഡ്ബാക്ക് കൊടുക്കണം. ചിലപ്പോൾ ഒരു ഫീഡ്ബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല നമ്മളോട് ഈ വിഷമവും കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരെങ്കിലും ഒരാള് ഞാൻ പറയുന്നത് കേൾക്കാനുണ്ട് എന്നുള്ളത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടൊരു എന്താ പറയാ എക്സ്പീരിയൻസ് എന്ന് പറയാം. കഴിഞ്ഞ വർഷം എന്റെ അനിയത്തിക്കൊപ്പം പഠിച്ചൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത സമയത്ത് അവള് എന്റെ അനിയത്തിക്കൊപ്പം ഡിഗ്രിക്കാണ് അവർ പഠിക്കുന്നത്. എന്റെ അനിയത്തി PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചു. മാരീഡ് ആയിട്ട് 2 years എങ്ങാണ്ടായി. അപ്പൊ ആ സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ്, അനിയത്തി 2nd year എങ്ങാണ്ടും പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോ ഫ്രണ്ട്സിനെ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉള്ള ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്രണ്ട്സ് ആരും എന്ത് ചെയ്തില്ല, ഫോൺ എടുത്തില്ല. അതേപോലെ തന്നെ വീട്ടില് ഫാമിലിയിൽ എന്തൊരു പ്രശ്നം കാരണമാണ്
സൂയിസൈഡ് ചെയ്തത്. ഞങ്ങളുടെ അടുത്ത് ആലുവയില് പെരിയാറിലാണ് ചാടി ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഞാൻ ആലോചിച്ചു, ആ കുട്ടീനെ ആ ഒരു സമയത്ത് ഈ ഒരു ഡിസിഷനിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് അവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടിയോട് പറയാനായിട്ട് സാധിച്ചിരുന്നാനെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഈ കുട്ടി ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ വിളിച്ചു എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടീനെ എനിക്ക് പേഴ്സണലി അറിയാം. അതിന്റെ ഇതിലെ തന്നെ ഫ്രണ്ടാണ്. രണ്ടുപേരും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആണ്. പക്ഷെ ആൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ആയപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എന്ന് പറഞ്ഞ ഇപ്പൊ ഷിയാന്ന് പറയുന്ന കുട്ടിക്ക് എന്താ പറയുക ചെറിയൊരു ഡിപ്രഷൻ പോലെയൊക്കെ വന്നു. കാരണം എന്താണ്, അവള് ഭയങ്കരമായിട്ട് ഒരു സാഡ്നെസ്സിലേക്ക് പോയി. കാരണം അധികം സംസാരിക്കാണ്ടേ. കാരണം അവൾക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. കാരണം അവള് വിളിച്ച സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭയങ്കര കുറ്റബോധം ആ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എപ്പോഴും ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതോളൂ, എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളോട് തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ വീണ്ടും നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവരെന്താണ്, അവർ നമ്മളെ കുറച്ച് വാല്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുടെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമ്മൾക്ക് തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അവർ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വാല്യൂ ചെയ്യുന്നവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം, നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ടീച്ചർ, മിലു മിസ്, ഇവരുടെയൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മിസ്സേ ഞാൻ ഇന്ന ക്ലാസ്സിൽ തന്നെ മിസ്സെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണം. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കൊരു നല്ലൊരു സന്തോഷമാണ്. കാരണം ഒരു റിലേഷൻ ഒരിക്കലും ബ്രേക്ക് ആവരുത്. സ്മാർട്ട് സ്ട്രീമിൽ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോയി കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്നും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അത് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് പഠിപ്പിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നമ്മളുടെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒരു പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏതൊക്കെയായിരുന്നു കമ്പോണൻസ് എന്ന് പറഞ്ഞത്? സെൻഡർ, എൻകോഡിങ്, ഡീകോഡിങ്, മെസ്സേജ്, ചാനല്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്ന കമ്പോണൻസ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് മെയ്ഡ് വിത്ത് പർപ്പസ് അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്ലാസ് അല്ലെ, മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് മനസ്സിലായോ? ഓക്കെ, കുറച്ചെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കും. ദിസ് പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എൻകോഡ് ദ മെസ്സേജ് അക്കോർഡ് ടു ഡെസ്റ്റിനേഷൻ വേർ ഇറ്റ് ഈസ് ഡീകോഡ് ആൻഡ് റെസ്പോൺസ് മെയ്ഡ്. അപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു, അതെവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് എത്തിച്ചേരുന്നു, അവരത് ഡീകോഡ് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് മെയ്ഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട് നിങ്ങളോട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അറ്റ് ടൈം തന്നെ ഭയങ്കര സ്പീഡിൽ മിസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് അത് എത്തുന്നുണ്ടോ? ഇല്ലേ? കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുന്നില്ലേ? നിങ്ങളത് കേൾക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്താണ്, നിങ്ങളത് കേട്ട് അത് മനസ്സിലാക്കുന്നതാണ്. അതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ലേ, സംഭവിക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്? റെസ്പോൺസ് ആണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന റെസ്പോൺസ് ആണ് ഈ ഒരു തമ്പും സിമ്പിൾ ഒക്കെ കേട്ടോ. ഓക്കെ, there are essentially the first steps in idea generation by the sender, who must create the idea, choose a fact to communicate. First steps in എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഐഡിയ ജനറേഷൻ തന്നെയാണ്. നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ അത് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. The idea facts is a content of communication. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ മെസ്സേജിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ ഐഡിയ ഫാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് ഓഫ് ദിസ് മെസ്സേജ്. ഈ ഐഡിയയും ഫാക്ടും ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എൻകോഡ് ചെയ്ത് നമ്മളത് സിംബൽസിലേക്ക് അല്ലെങ്കിൽ ലാംഗ്വേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഹിയർ ദ സെൻഡർ ഓർഗനൈസസ് ഐഡിയ ഇൻ ടു സീരീസ് ഓഫ് സിംബൽസ്. നമ്മൾ എന്ത് ചെയ്യും, സെൻഡർ ഒരുപാട് സിംബൽസിലൂടെ നമ്മളെ ഐഡിയ എന്ത് ചെയ്യും, നമ്മൾ എൻകോഡ് ചെയ്യുന്നു. ഹി ഓർഗനൈസ് മെസ്സേജ് ടു എൻഷുർ റാഷണാലിറ്റി ആൻഡ് കൊഹറൻസ്. നമ്മൾ മെസ്സേജ് എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്നു അല്ലെ, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു.
ഇൻ ദിസ് സ്റ്റെപ്പ് ഹി ഓൾസോ സെലക്ട് അപ്രോപ്രിയേറ്റ് മീഡിയം. ഈ ഒരു സ്റ്റെപ്പിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അപ്രോപ്രിയേറ്റ് മീഡിയം സെലക്ട് ചെയ്യുന്നത്. ദെൻ റിസീവർ മെസ്സേജ് റിസീവ് ചെയ്യുന്നു, അദ്ദേഹം അത് ഡീകോഡ് ചെയ്യുന്നു, ഡീകോഡ് ചെയ്തതിനു ശേഷം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹം അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതോടുകൂടി എന്താണ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആകുന്നത് അല്ലെ. അതോടുകൂടിയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആകുന്നത്. അത്രയും വരെ ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സ്റ്റെപ്പ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നേ. അത് മൊത്തമായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് അല്ലെ. ഇപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ, ഞാൻ സ്പീക്ക് ചെയ്യുന്നു, നിങ്ങൾ ലിസൺ ചെയ്യുന്നു, അതല്ലേ നമ്മളുടെ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, ഞാൻ ഈ ഇമേജ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് നമ്മളുടെ മോണ്ടിസോറി അല്ല, നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി പഠിപ്പിച്ചാണ് അല്ലെ. ഓരോ കാര്യങ്ങൾ ഓരോ പോയിന്റ്സ് പറഞ്ഞ് എഴുതി പഠിപ്പിച്ചാണ്. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഉണ്ട്. മാത്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് റൈറ്റിംഗ്, ദെൻ അതേപോലെ റീഡിംഗ് ഒക്കെയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ മോഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് റൂം ഫോർ ട്രാൻസ്ഫോമിംഗ് ദ ഇൻഫർമേഷൻ ഇസ് കോൾഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സും കുട്ടികൾക്ക് തമ്മിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്. ആദ്യം എന്താ പറയുന്നത്, സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്. ദ ടീച്ചർ സ്പീക്ക് ഓർ ഗീവ് ഇൻഫർമേഷൻ റെസ്പെക്ടിങ് സബ്ജക്ട് ഓർ മാനർ ഓർ മോറൽ ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ലിസണിംഗ് ടു ദ ടീച്ചർ. എങ്ങനെയാണ് ടീച്ചർ സംസാരിക്കുന്നു, കുട്ടികൾ എല്ലാവരും ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കേട്ടിരിക്കുന്നു അല്ലെ. ഭയങ്കര ശ്രദ്ധയില് ഭയങ്കര എന്താണ് കോൺസെൻട്രേഷനോട് കൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും ക്ലാസ്സിലിരിക്കുന്നത് അല്ലെ. 50 കോൺസെൻട്രേഷനോട് കൂടി ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ച് കുറെ പേരുണ്ട്, തമ്പൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ടീച്ചർ സ്പീക്ക് ചെയ്യുന്നു, കുട്ടികൾ എല്ലാവരും ലിസൺ ചെയ്യുന്നു. അപ്പോ ഷീ ഷുഡ് ഗീവ് ഹെർ വ്യൂ ഇൻ എ ക്ലിയർ മാനർ. മാക്സിമം ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർക്ക് അറിയാവുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ടീച്ചർ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹിയർ ദ ടീച്ചർ ഇസ് ദ സ്പീക്കർ. ഇവിടെ ആരാണ് സ്പീക്കർ, ഞാനാണ് അല്ലെ. സ്റ്റുഡൻസ് ആർ ദ ലിസണേഴ്സ്. നിങ്ങൾ എല്ലാവരും എന്താണ്, ലിസണേഴ്സ് ആണ്. ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ്. ടീച്ചർ കുറെ നേരം ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് അല്ലെ.
സ്പീക്കിംഗ് ഈസ് ദ വൺ ഓഫ് ദ ക്വിക്കസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കില്ലേ? ഞാൻ അയക്കൂല, ഞാൻ വോയിസ് അയക്കുള്ളൂ. കാരണം എനിക്ക് വോയിസ് കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം, അല്ലാതെ എഴുതാനൊന്നും എനിക്കത് ഇഷ്ടമല്ല. ടൈപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും. സോ ഞാൻ എന്ത് ചെയ്യും, വോയിസ് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് വോയിസ് അങ്ങോട്ട് അയക്കും. അപ്പോൾ സ്പീക്കിംഗ് കുറച്ച് ക്വിക്കസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, കുറച്ച് സിംപ്ലസ്റ്റ് ആണ്, മോസ്റ്റ് ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദ എബിലിറ്റി ടു സ്പീക്ക് കംപ്ലീറ്റ്ലി ഈസ് എ സ്കിൽ ദാറ്റ് ക്യാൻ ബി ലേൺഡ്. നമ്മൾ ആ സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ലേൺ ചെയ്തെടുക്കണം അല്ലെ. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞാൻ ഭയങ്കര മിണ്ടാപ്പൂച്ചയായിരുന്നു, അധികം വർത്താനൊന്നും പറയാത്തൊരു മിണ്ടാപ്പൂച്ചയായിരുന്നു, അധികം സൈലന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തത്, സംസാരിക്കാനുള്ള കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്ത. ഇപ്പൊ എന്നോട് പറയുന്നത് നീ കുറച്ചു നേരം മിണ്ടാതിരിക്കോ എന്ന് പറയും. അത്രയും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിർത്താതെ സംസാരിക്കുമ്പോൾ എങ്ങനെയാന്ന് കണ്ടുപിടിക്കുന്നത് ഞാനാണ്. ക്ലാസ്സിലൊക്കെ എനിക്ക് എത്ര പണിഷ്മെന്റ് കിട്ടിയെന്നറിയോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിന്. ടുഡേ ടീച്ചേഴ്സ് സ്പെൻഡ് 85% ഓഫ് ക്ലാസ് ടൈം സ്പീക്കിംഗ്. അല്ലേ, നമ്മളിവിടെ അങ്ങനെയല്ല അല്ലെ. 100% ടീച്ചറോട് ഇന്ന് ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ തമ്മിൽ മാത്രമാണ് തമ്പ് അയക്കണേ അല്ലെ. അങ്ങനെയാണോ? അല്ല, ഞങ്ങൾ സംസാരിക്കുന്ന അലോ ചെയ്യാറില്ല. അലോ ചെയ്യേണ്ട, നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സംസാരിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം അല്ലെ. അപ്പോൾ 85% നമ്മൾ എന്ത് ചെയ്യാണ്, സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി 50% കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. നാളെ ഒരു ദിവസം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത് നല്ലൊരു റേഷ്യോയിൽ നോക്കി വേണം. കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയും കൂടി വേണം. നമ്മൾ അവരോട് സംസാരിക്കുക മാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങളെ ലിസൺ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒരുപാട് സെമിനാർ എടുപ്പിച്ചിട്ടുണ്ട് അല്ലെ. അതെന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് സ്പീക്ക് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. ടീച്ചർ ഇവിടെ ഇരുന്നത് കേൾക്കും. ടീച്ചർ എന്തോരം നേരം ഇവിടെ നിന്ന് കേൾക്കുന്നത് ഞങ്ങൾ കാണാറെന്നറിയാവോ. ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എന്തോരം പോകും? അവൾ പറയും, ഇല്ല അത് അവർ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പൊ അശ്വതി മിസ് പറയുന്ന ഡയലോഗാണ്, കുട്ടികൾ പറഞ്ഞു പഠിക്കണം ഇംഗ്ലീഷ്. ഇപ്പൊ ഫോണിറ്റിക്സിന്റെ ക്ലാസ് ആയാലും ടീച്ചർ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ. ഫോണിറ്റിക്സ് ഞാനും പഠിച്ചിട്ടൊക്കെ ഉണ്ട്, അതിപ്പോ ഞാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറന്നു പോകും. അപ്പൊ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. ഫോണിറ്റിക്സ് നല്ല എഫക്റ്റീവ്ലി എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. നെക്സ്റ്റ് ആണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. ഇപ്പൊ ടീച്ചർമാർ, നമ്മൾ പണ്ട് നമ്മുടെ എന്റെ ഒരു സോഷ്യൽ സയൻസ് എടുത്തത് സാറിന് എനിക്ക് ഓർമ്മയുണ്ട്. സാറ് സോഷ്യൽ സയൻസിന്റെ പീരീഡിന് മുമ്പ് രാവിലെ തന്നെ വന്നിട്ട് ഒരു ഇന്ത്യയുടെ ഭൂപടം വരച്ചു. ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് കറക്റ്റ് ആണ്, ഇങ്ങനെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. കുറെ കാലം മുമ്പാണ്. എന്നുവെച്ചാൽ ഞാനൊക്കെ പഠിക്കുമ്പോ എപ്പോഴാണ് 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയണത്. അപ്പൊ സാർ ഇങ്ങനെ ഭൂപടം വരച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, സാർ എല്ലാ കാര്യങ്ങളും അങ്ങനെ പിക്ചറിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യിച്ചാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഇന്നും സാർ ആ ഭൂപടം വരയ്ക്കുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഓരോ കുട്ടികളെ കൊണ്ട് അവിടെ വന്നിട്ട് മാർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഡൽഹി എവിടെയാണ് എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഡൽഹി എവിടെയാണെന്ന്. ഞാൻ പോയിട്ട് നടുക്ക് എടാണ്ടായിട്ട് കുത്തി. സാറിന്റെ വഴക്ക് പറഞ്ഞു, നടുക്കല്ല, ഇത് ഇവിടെയാണ്, കുറച്ചുകൂടി കയറ്റിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ എന്നോട് ഡൽഹി എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ കണ്ണടച്ചിട്ട് പറയാം ഡൽഹി ഇവിടെയാണ്. കറക്റ്റ് ആയിട്ട് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചാർട്ടുകൾ ഉണ്ടല്ലോ. ഒന്ന് ഗ്ലോബ്, നമ്മൾ പ്രഷർ ബെൽറ്റ്, അതേപോലെ തന്നെ എന്താണ് ഇക്വറ്റോറിയൽ റീജിയൻ, ട്രോപ്പിക്കൽ ഓഫ് ക്യാപ്രിക്കോൺ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പണ്ട് സോഷ്യൽ പഠിച്ചോണ്ടുള്ള ഓർമ്മയിൽ പറയുന്നുണ്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. അതൊക്കെ സാർ വരച്ച കാണിക്കുന്നത്. അതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലിരിക്കും അല്ലെ, വരച്ച് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ വരച്ചു കൊടുക്കാൻ സാർമാരില്ല, അവരൊക്കെ പ്രൊജക്ടറിലാണ് കാണിക്കുന്നത്. ഇത് കുറച്ചും കൂടി ടെക്നിക്ക് മാറിയിട്ടുണ്ട്, എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നു അല്ലെ. പണ്ട് നമ്മൾ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് നമ്മുടെ ടീച്ചർ എന്ത് പറയും, പോയി ഒബ്സർവ് ചെയ്യും. ഒരു ചെടി നട്ടിട്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട്, എത്ര സെന്റിമീറ്റർ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് എഴുതിക്കൊണ്ട് വരാൻ പറയുമായിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് അനിമേഷൻ വീഡിയോ ഇട്ടാൽ മതി ഒരു ചെടി ഗ്രോ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ എന്താണ് പ്രൊജക്ടർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ പ്രൊജക്ടർ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ചാർലിൻ ചാപ്ലിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷില്. അപ്പൊ അത് ഞങ്ങൾക്ക് പ്രൊജക്ടറിലാണ് കാണിച്ചു തന്നത്. പ്രൊജക്ടർ കാണിച്ചു തന്നപ്പോ നമുക്ക് ആ സിനിമ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ചാർലിൻ ചാപ്ലിൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇല്ല അവിടെ അല്ലെ, ലാംഗ്വേജ് അല്ല അവിടെ, ത്രൂ ആക്ഷൻസിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് അല്ലെ. ലാംഗ്വേജ് നിർബന്ധമല്ല അല്ലെ അവിടെ കമ്മ്യൂണിക്കേഷന്, അവിടെ ലാംഗ്വേജുകൾ ഇല്ല. അപ്പോ നല്ലതാണ്. പിന്നെ മിസ്റ്റർ ബീൻ ഇഷ്ടമാണ്, അതും ലാംഗ്വേജ് ആയിട്ടില്ല, അവിടെ ഫുൾ ആക്ഷൻസിലൂടെ നമ്മൾ ചിരിപ്പിക്കാനായിട്ട് എത്രയും പെർഫെക്റ്റ് ആയിട്ട് പറ്റുമെന്ന് തെളിയിച്ച 2 വ്യക്തികളാണ്, ചാർലിൻ ചാപ്ലിൻ, മിസ്റ്റർ ബീൻ. ഇന്നും ഞാൻ രണ്ടുപേരും കണ്ട് ചിരിക്കാറുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേരെ. ഓക്കെ, അപ്പോ ഒരു എഫിഷ്യന്റ് ഇത്
ഓക്കെ, നമുക്ക് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗിലേക്ക് വരാം. ഇൻ ദിസ് ദ ടീച്ചർ ഷോ സം ടീച്ചിങ് എയ്ഡ് മോഡൽസ് ഫോർ ദ എഫിഷ്യന്റ് ടീച്ചിങ്. നമ്മുടെ ടീച്ചർ ഗ്ലോബിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് കൊണ്ടുവരും നമ്മുടെ ക്ലാസ്സിലേക്ക്? സോഷ്യൽ ആണെങ്കിൽ ഗ്ലോബ് എടുത്തുകൊണ്ട് വരും അല്ലെ? അതല്ല ബയോളജിയിൽ ടീച്ചർ ഫ്ലവറിനെ കുറിച്ച് എന്തെങ്കിലും പാർട്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഫ്ലവറും കൊണ്ട് വരും അല്ലെ? പിക്ചേഴ്സ് കാണിച്ച് തന്ന് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇമേജസ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കും. ഹിയർ സ്റ്റുഡൻസ് ആർ ദ ഒബ്സർവർ. നമ്മളാണ് സ്റ്റുഡൻസ് ആണ് ഒബ്സർവർ ആയിട്ടിരിക്കുന്നത്. ദേ ഒബ്സർവ് വെൽ ആൻഡ് സ്റ്റോർ ദ മെസ്സേജ് ഇൻ ദർ മൈൻഡ്. അവരുടെ മനസ്സിലേക്ക് അവർക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ സ്റ്റോർ ചെയ്യുന്നു. ഇഫ് ദ ടീച്ചർ പ്രിപ്പയർ ആൻഡ് ഷോ പ്രോപ്പർ വിഷ്വൽ തിങ്സ്, ടീച്ചർ സെൻഡ് ചെയ്യുന്നു വിഷ്വൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷോസ് അലോങ് വിത്ത് ടെല്ലിംഗ് ഓർ എക്സ്പ്ലനേഷൻ. സാധാരണയായിട്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ സൗണ്ട്സ് ഉണ്ടാവും, എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടാവും. നമ്മൾ പ്രൊജക്ടറിലൊക്കെ വെച്ചിരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈസ് ആസ്ട്രേറ്റ് ഒബ്സർവേഷൻ ഓഫ് വാട്ട് ഈസ് ഷോൺ റാദർ ദാൻ ഓറൽ എക്സ്പ്ലനേഷൻ. നമ്മൾ ഇത് എന്താ പറയാ, ഇതാണ് ഹിമാലയം എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ എന്ന് പറയുന്നതാണോ? ഹിമാലയത്തിന്റെ ഇമേജസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഹിമാലയത്തിന്റെ ഇമേജസ് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലെ? അല്ലെ, നമ്മുടെ ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഭംഗിയെ കാണാനായിട്ട്, ഇത്ര ഇമേജസ്. അപ്പൊ അതൊക്കെ എടുത്തുനിന്ന് കാണിച്ചത് കുട്ടികളെ കൊടുത്ത് പ്രൊജക്ടർ വഴി കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിലേക്ക് അത് ഇന്നും സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ഞങ്ങളുടെ എന്താ പറയാ, ഇപ്പോ ഈ വിഷ്വലൈസിങ് ഹിമാലയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ ഓർമ്മയിൽ വന്നത്. ഞങ്ങളുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഹിമാലയത്തിനെ കുറിച്ചിട്ട് ഒരു ട്രാവലോഗ് ഉണ്ടായിരുന്നു. അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഹിമാലയം മൊത്തമായിട്ട് കണ്ടു. നമ്മുടെ അളകനന്ദ, പിന്നെന്താണ് അവരുടെ ഒരു സംഗമം, അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മിസ് നമ്മൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ ടീച്ചേഴ്സിന്റെയും കഴിവാണ് അല്ലെ? അപ്പൊ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? അതും നമുക്കൊരു ഫീലാണ്. അപ്പോ ഓറൽ എക്സ്പ്ലനേഷനും ഓറൽ എക്സ്പ്ലനേഷൻ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ആ മിസ്സിന്. അപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ വിഷ്വൽ എക്സ്പ്ലനേഷൻ ആണ്. നമ്മളൊരു പ്രാവശ്യം നമ്മൾ ഒരു 10 പ്രാവശ്യം കേൾക്കുന്നേക്കാളും നല്ലത് ഒരു പ്രാവശ്യം നമ്മളത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിരിക്കും അല്ലേ? നിങ്ങള് ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിലെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ എത്ര ബെറ്റർ ആയിരുന്നു ഒരു പ്രാവശ്യം ലൈവ് വന്നോന്ന് കണ്ടപ്പോ. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടോ? കണ്ടോ അല്ലേ? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് സെൻസറി ഇമ്പാക്ട്സ്. കാരണം എന്താണ്, കുട്ടികൾ കണ്ടുകൊണ്ട് അറിയാണ്, അത് ടച്ച് ചെയ്ത് നോക്കി കണ്ടു സെൻസറി ഇമ്പാക്ട്സ് അവിടെ വരുന്നുണ്ട്. വെൻ ഹി ഫീൽസ് ദാറ്റ് ദ റിട്ടേൺ ഓർ സ്പോക്കൺ വേർഡ്സ് മേ നോട്ട് ഈവൻ എഫക്റ്റീവ്. നമ്മളിപ്പോ വിചാരിക്കുകയാണ് റിട്ടേൺ വേർഡ്സും സ്പോക്കൺ വേർഡ്സും എഫക്റ്റീവ് അല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയ ഓർ ഇൻഫർമേഷൻ ത്രൂ ഡ്രോയിങ്, മോഡൽ, dramatization, demonstration, films, television are examples of this type of communication. ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിന് എക്സാമ്പിൾ ആണ്. ഞാൻ വീണ്ടും പറയണം, എന്റെ ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ് ഇപ്പോഴും ഇതിന് ഓർമ്മയിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഞങ്ങൾ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് എനിക്കൊരു വലിയ ഡ്രാമ പഠിക്കാനായിരുന്നു. ഒരു 5-8 പേജുള്ളൊരു ഡ്രാമ. ഞങ്ങൾ വിചാരിച്ചില്ല അത് ഒറ്റയടിക്ക് തീരുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു ദിവസം പറഞ്ഞു മിസ് വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ആണ് കൊടുത്തു. എനിക്ക് തോന്നുന്നത് അനിമൽസ് ആയിരുന്നു തോന്നുന്നുണ്ട്. ഒരു എന്താ പറയാ, കാട്ടില് കുറെ അനിമൽസിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഓരോ അനിമൽസിനെയും ഓരോ കുട്ടികളൊക്കെ അസൈൻ ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഈ ഡയലോഗ് നീ പറയണം, അതിന്റെ മീനിങ് നീ തന്നെ പറയണം. എത്ര പെട്ടെന്നാണെന്ന് അറിയുമോ കഥ ഫുള്ളായിട്ട് ഞങ്ങൾ പഠിച്ചത്? അത്രയും പെട്ടെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്തത് ഡ്രാമയായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. അതെന്താണ്, വിഷ്വലൈസ് ചെയ്യാനല്ലേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അല്ലെ, നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അല്ലെ? പണ്ട് കുട്ടികൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ബാച്ചാണ്? ബേസിക്സിലെ കുട്ടികൾ ഒരു സ്റ്റോറി, നിങ്ങൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ഒരു 10 കുട്ടികളോളം ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്ക് ഒക്കെ വെച്ച് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ട് നല്ല രസമായിരുന്നു. അപ്പോ അങ്ങനെ നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യിക്കാൻ പറ്റും, ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അതല്ല ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയാ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാരക്ടർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെ? ആരും അങ്ങനെ ചെയ്തതുപോലെ എന്റെ ഓരോ ഓർമ്മ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. ഓക്കെ, ബൈവേക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഓർമ്മയുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് ആൻഡ് റീഡിങ് അല്ലെ?
നെക്സ്റ്റ് ഒരു മെത്തേഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് മറ്റൊരു മെത്തേഡാണ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ടു മേക്ക് ഹെയർ ടീച്ചർ സ്യൂട്ടബിൾ വിത്തൗട്ട് ഡൗട്ട്, കുട്ടികൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് നല്ലതാണ്. ദ ടീച്ചർ റൈറ്റ് ഹെയർ ഇൻഫർമേഷൻ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ലിജിബിളി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ടീച്ചേഴ്സിന്റെയും ബ്ലാക്ക് ബോർഡിൽ കുറെ മാത്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് മാത്സ് കുറച്ച് സോൾവ് ചെയ്യാനായിട്ട് അത് ഫുൾ ആയിട്ട് അവിടെ എഴുതിയിടും. ടീച്ചർ എഴുതിയിടും, കുട്ടികൾ എന്ത് ചെയ്യും, അത് ഫുൾ ആയിട്ട് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യും. Then the students are reading the first and start writing in their notebook. എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റുഡൻറ് സബ്മിറ്റ് ഹെർ അസൈൻമെന്റ് ടു ദ ടീച്ചർ. അതിനുശേഷം നോട്ട് ചെക്ക് ചെയ്യാനായിട്ട് ടീച്ചർക്ക് കൊടുക്കും. ഷീ ഗോസ് ത്രൂ ഇറ്റ്, ടീച്ചർ നോക്കും. ഹിയർ ദ ടീച്ചർ ഇസ് ദ റീഡർ ടു ചെക്ക് വെദർ ദ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് ദ മെസ്സേജ് റൈറ്റ് ഓർ നോട്ട്. ടീച്ചർ വായിച്ചു കൊടുക്കുന്ന എന്താണ്, കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത മെസ്സേജ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇഫ് ദേ മേക്ക് എ മിസ്റ്റേക്ക് ഷീ ഷുഡ് കറക്റ്റ് ദം. അപ്പൊ അവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരും. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ഗൈഡ് ദ സ്റ്റുഡന്റ് ടു ഡു ദർ വർക്ക് കെയർഫുള്ളി. അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കുട്ടികൾ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. Through this communication, we can easily find out how the teacher passed her information to student. ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികളിലേക്ക് നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെ അവരിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ കിട്ടും. When a teacher share with his class, she is not only concerned with the batch of the student, but also to the entire class. നമ്മളൊരു കുട്ടികൾ മാത്രമല്ല ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻ്റെ ക്ലാസ്സിനോടായിരിക്കും നമ്മൾ ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് കൂടാതെ ഒത്തിരി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് എടുത്ത പോർഷൻ ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, ഞാനെന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ തമ്പൊക്കെ വന്നത് സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കണം. ക്ലാസ് ഭയങ്കര ബോറായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ? കുറെ എടുത്തായിട്ട് നമുക്ക് ബോറടിക്കും അല്ലെ ക്ലാസ്. അപ്പൊ കുറച്ചായിട്ട് എടുക്കാം, ഇത്തിരി സ്പീഡിലൊക്കെ എടുത്ത് പോണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്? പാസിംഗ് ഐഡിയ ഓർ ഫീലിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ ഇൻഫർമേഷൻസോ ഐഡിയാസോ ഫീലിംഗ്സോ മെസ്സേജോ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് മെയിൻ ആയിട്ട് രണ്ട് വ്യക്തികളാണുള്ളത്. ഫസ്റ്റ് വൺ സെൻഡർ, മറ്റൊന്ന് റിസീവർ ആണ്. നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കമ്പോണൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? സെൻഡർ, എൻകോഡിംഗ്, മെസ്സേജ്, ചാനല്, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. ദെൻ ഇമ്പോർട്ടന്റ്ലി എന്താണ്? നോയിസ് ആണ്. കമ്മ്യൂണിക്കേഷന് വരുന്ന മെയിൻ ആയിട്ടുള്ള തടസ്സത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പേരാണ് നോയിസ്. നോയിസ് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? നോയിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടുണ്ടാവില്ല. തടസ്സങ്ങൾ ഉണ്ട്. അപ്പൊ തടസ്സങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ രണ്ട് മോഡൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനോൺ വേവർ മോഡലും അതേപോലെ തന്നെ ബെർലോ മോഡലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനോൺ വേവർ മോഡൽ മെയിനായിട്ട് 4 പാർട്സ് ആണ് ഉള്ളത്. സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്. പിന്നെ പറഞ്ഞത് ബെർലോ മോഡലാണ്. കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബെർലോ മോഡൽ എന്ന് പറയുന്നത്. അവിടെയാണ് സെൻഡർ, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്, ദെൻ എന്താണ് നോയിസ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ബെർലോ മോഡലിൽ വരുന്നത്. ദെൻ നമ്മൾ സ്റ്റെപ്സ് പിന്നെന്താ പറഞ്ഞത്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. 3 മെത്തേഡാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഒരു മെത്തേഡാണ്. വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് മറ്റൊരു മെത്തേഡാണ്. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്താണ്? മറ്റൊരു മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഫുൾ ആയിട്ട് റീഡ് ചെയ്തേ.
റെഡി ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഞാൻ വരും. ശ്രുതി മിസ്സിന്റെ ക്ലാസ്സിലും ഇതേപോലെ ജിഷ മിസ്സിന്റെ ക്ലാസ്, ജിഷ മിസ്സിന്റെ പോർഷൻ തീർന്നല്ലോ, അന്നും ഞാനായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിന് നല്ല രീതിയിൽ ഫുൾ പ്രസന്റ് ആയിട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക് യു. സൈൻ ഔട്ട് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, Thank you, Vise. Thank you, Vise. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.